നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഖദീജ ജാസ്മിൻ ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ക്രിമിനൽ ലോയിൽ LLM ചെയ്യുന്നു. We are Muslims. This is my identity. I was born in this religion. I am Muslim. ഇപ്പം മൈനോറിറ്റി ആയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എന്താ പറയുക, ഇടുന്ന ഡ്രസ്സ് മുതൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാത്തിനും ഇഷ്യൂസ് ആണ്. നമ്മൾ ഇന്ന് ജാസ്മിനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ഒക്ടോബർ 5 എറണാകുളത്ത് മുസ്ലിം വ്യക്തി നിയമത്തിൽ ലിംഗനീതി നടപ്പിലാക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു തുല്യതാ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഈ തുല്യതാ സമ്മേളനം? എന്തൊക്കെയാണ് ആ തുല്യതാ സമ്മേളനത്തിന്റെ ആവശ്യങ്ങൾ? നിലവിലുള്ള നിയമങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. തുല്യതാ സമ്മേളനം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? നമ്മള് ഇന്ത്യ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. അപ്പം അത് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 1 ഉണ്ട്. ഇക്വാലിറ്റിയും ഡിഗ്നിഫൈഡ് ലൈഫും എൻഷുർ ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ആ ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ഫോർ എവ്രി വൺ ആണ്, അതായത് ഈക്വൽ അമംഗ് ഈക്വൽസ്. അതേസമയം നമ്മളെ നാട്ടില് ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ബയോളജിക്കൽ ഡിഫറൻസസിന്റെ പേരിലുള്ള ഇൻഇക്വാലിറ്റി. അത് ഇൻഹെറിറ്റൻസിന്റെ പേരിലായാലും ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ പേരിലായാലും അങ്ങനെ ഒരുപാട് എന്താ പറയുക സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റിയിൽ വരുന്ന ഇൻഇക്വാലിറ്റി ബയോളജിക്കൽ ഡിഫറൻസസിന്റെ പേരിലാണ്. അപ്പൊ ബയോളജിക്കൽ ഡിഫറൻസ് നമുക്കിപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ഡിഫറൻസസ് ഇപ്പൊ ഉണ്ടെങ്കിൽ കൂടി നമുക്കിപ്പം പെൺകുട്ടികളെ മാത്രമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ യെസ്, പെൺകുട്ടികൾ ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഇപ്പോഴത്തെ ഇതില് നമ്മൾ ഈ ഒക്ടോബർ 5 വി ആർ മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ മുസ്ലിം വിമൻ ആണ്. മുസ്ലിം വിമൻ ശരിയ ആക്ട് പ്രകാരം ഇൻഹെറിറ്റൻസ് വരുന്ന സമയത്ത് ദേ ആർ ഫേസിങ് ഇൻഇക്വാലിറ്റി. അതിനെ പറ്റിയിട്ടാണ് മുസ്ലിം സ്ത്രീകളുടെ കാര്യം എടുത്താൽ അവരനുഭവിക്കുന്ന ഇൻഇക്വാലിറ്റി എന്തെല്ലാം കാര്യത്തിലാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ? നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് ആണ് ബേസിക്കലി. നമുക്ക് ഫസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന് ഇൻഹെറിറ്റൻസും, രണ്ടാമത്തത് ബഹുഭാര്യത്വം എന്ന് പറയുന്ന സംഗതി, പോളിഗമി എന്ന് പറയുന്ന സംഗതി. ഇതാണ് നമുക്ക് പ്രൈമ ഫേസ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം ഇപ്പം ലെറ്റ് മീ സിംപ്ലിഫൈ ഇറ്റ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്റെ പേഴ്സണൽ ഇത് വെച്ച് പറയുകയാണെങ്കിൽ, എന്റെ ഫാദറിന് ഹി ഹാസ് ഗോട്ട് 2 ബ്രദേഴ്സ്. അതിൽ ഒരു ബ്രദർ ഹാസ് 4 ചിൽഡ്രൻ. അവര് 4 ഓഫ് ദം ആർ ബോയ്സ്. എന്റെ ഫാദറിന് ഞങ്ങൾ 3 ഗേൾസ് ആണ്. സോ ഇഫ് സംതിങ് ഹാപ്പൻ ടു മൈ ഫാദേഴ്സ് ബ്രദർ, അപ്പം ഹിസ് എല്ലാ സ്വത്തുക്കളും ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ടു ഹിസ് ചിൽഡ്രൻ. പക്ഷെ ഇഫ് സംതിങ് ഹാപ്പൻ ടു മൈ ഫാദർ, മൂപ്പരുടെ എല്ലാ സംഗതികളും മൂപ്പരുടെ ബ്രദേഴ്സിനും ഫാദറിനും പോയി കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ 3 പേർക്കും വരുള്ളൂ. ദാറ്റ്സ് ബിക്കോസ് വി ആർ ഗേൾസ്. ഇതിനും സിമ്പിൾ ആയിട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വൈ ദിസ് ഇസ് ഹാപ്പനിങ്? ജസ്റ്റ് ബിക്കോസ് വി ആർ ഗേൾസ്. അപ്പൊ അതാണ് ബയോളജിക്കൽ ഡിഫറൻസ്. ഞങ്ങൾക്ക് ഇൻഹെറന്റ് ആയിട്ട് കിട്ടുന്ന റൈറ്റ് ആണ്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇൻഹെറന്റ് റൈറ്റ് ആണ്. അത് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ റിലീജനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്വത്തവകാശത്തിന്റെ കാര്യം വരുമ്പോൾ പെൺകുട്ടികളായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത് കിട്ടാതെ വരുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികളായതുകൊണ്ട് ആണാണ് എന്നുള്ള ഒറ്റ പ്രിവിലേജിന്റെ പേരിൽ അവർക്ക് സ്വത്ത് കൂടുതൽ കിട്ടുന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുത്ത് വെക്കുമ്പോൾ പൊതുവെ കുറച്ച് അല്ലെങ്കിൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഈ മതത്തിലൊക്കെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം, ഖുറാനിൽ പറയുന്ന പോലെ മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരാണ് ഈ പെണ്ണുങ്ങളുടെ എല്ലാ കാര്യവും നോക്കുന്നത്. അപ്പൊ അവര് ഈ പെണ്ണുങ്ങളെ ഫുള്ള് നോക്കാൻ വേണ്ടി അവരുടെ വരുമാനവും സ്വത്തും എല്ലാം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ അതുകൊണ്ടാണ് സ്വത്ത് വിഭജിക്കുന്നത്. അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിലുള്ള മറുപടി വാട്ട് ഐ തിങ്ക് ഇസ്, ഇവർ പറയുന്നത് ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗോ ഹൗ ഇറ്റ് ഹാസ് കം എന്നുള്ളത്, ഇതിലേക്ക് എങ്ങനെ എത്തി നോക്കാം. അപ്പൊ ഒരു അസ്മ ബർലാസ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനി അമേരിക്കൻ റൈറ്റർ ഉണ്ട്. ഷീ ടുക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ അമേരിക്ക. ഷീ കുഡന്റ് സ്റ്റേ ഇൻ പാകിസ്ഥാൻ. We know how it would be difficult for a female writer to stay in Pakistan. Especially she identifies herself as a Islamic feminist. അപ്പൊ അവരുടെ ഒരു പുസ്തകമുണ്ട്, ബിലീവിംഗ് വിമൻ ഇൻ ഇസ്ലാം, അൺറീഡിംഗ് പൈട്രിയാർക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഖുറാൻ. സോ അതിന്റെ അകത്ത് ഷീസ് ടോക്കിംഗ് ഇന്റർപ്രിട്ടേഷൻ ആണ്, അൺറീഡിംഗ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പൈട്രിയാർക്കൽ ഖുറാൻ എന്നാണ് പറയുന്നത്. അപ്പം സോ അതില് ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരുന്നു?
അപ്പം ആരൊക്കെയോ ആണല്ലോ ലാംഗ്വേജ്, അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് പോപ്പുലർ. അപ്പൊ കുറച്ച് സ്കോളർലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി 4-5 കാര്യങ്ങളാണ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, വാട്ട് ദേ നോ, ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്ക്. രണ്ടാമത്തത്, വാട്ട് ദേ വാല്യൂ. മൂന്നാമത്തെ സംഗതി, വാട്ട് ആർ ദ മെത്തേഡ്സ് ദേ അഡോപ്റ്റ് വെൻ ദേ ഇന്റർപ്രറ്റ്. പിന്നെ ഉള്ളത് സോഷ്യൽ നോംസും ബയസസും. ഈ 4 കാര്യങ്ങൾ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ പേട്രിയാർക്കി വാസ് ഫൈൻ, ഇറ്റ് വാസ് എ നോർമൽ തിങ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഇന്റർപ്രിട്ടേഷൻ ചെയ്ത ആൾക്കാര്, ദിസ് വാസ് കൺവീനിയന്റ് ഫോർ ദം. ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ മെൻ വാസ് പ്രൊവൈഡർ, മെൻ വാസ് മെയിൻ്റെനൻസ് കൊടുക്കുന്നത് മെന്നിനായിരുന്നു. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്ത്. അതുകൊണ്ട് ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ സംഭവിച്ചു എന്നാണ്. ദാറ്റ്സ് വാട്ട് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും ഇപ്പൊ നമുക്കിപ്പോ ഇത് തിയറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ്സ് വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. ബട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി കനോട്ട് ചേഞ്ച് ഇറ്റ്. When necessary, when it is needed, we have to change things. അതിന്റെ ഒരു ഇപ്പം ഈ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ 1890s ഇസ്ലാമിക് ഫെമിനിസം ഒരു ബൂം സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഈജിപ്തിലാണ് വന്നത് ഫസ്റ്റ് ആയിട്ട്. അപ്പൊ ഈജിപ്തിൽ വന്ന സമയത്ത് റിപ്രസീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് ബ്രേക്ക് ചെയ്യണം എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നി. അപ്പൊ ഈ റെപ്രസീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ റീസൺ റിലീജിയൻ ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ എഗെയിൻ റിലീജിയന്റെ തലയിൽ അത് ഇടുന്ന സമയത്ത് എന്തുകൊണ്ട് റിലീജിയൻ അത് വരുന്നു? എഗെയിൻ മിസ് ഇന്റർപ്രിട്ടേഷൻ സംഭവിച്ചത് കൊണ്ടാണ് എന്നാണ്. സോ നമ്മളിപ്പോ നോക്കുമ്പോൾ വി കനോട്ട് കംപ്ലീറ്റ്ലി ബ്ലെയിം ഓൺ ഖുറാൻ ദാറ്റ് there is inequality. There might be, but why it has happened? ഇപ്പോഴും അറബി അറിയില്ലല്ലോ പലർക്കും. അറിയുന്നവരത് ചെയ്യുന്ന സമയത്ത് they did it according to their convenience. അതുകൊണ്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അപ്പൊ ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ 1890 ഈജിപ്തിൽ വന്ന് ദെൻ 1900s ആയപ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ടഡ് ഗെയിനിങ് പോപ്പുലാരിറ്റി ഓൾ ഓവർ ദ വേൾഡ്. അങ്ങനെയാണ് ഈ ചേഞ്ചസ് വന്നു തുടങ്ങിയത്. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇതിപ്പോ നമ്മള് റിലീജിയന്റെ കാര്യം പറയുമ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ ഇസ്ലാം, വേറെ റിലീജിയൻസിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പം മേരി റോയിന്റെ കേസ് സംഭവിച്ചല്ലോ, സ്വത്ത് തർക്കം ഉണ്ട്. അതുപോലെ പാഴ്സി കൾച്ചറിലും ഇഫ് എ ഗേൾ ഗോട്ട് മാരീഡ് ടു അനദർ റിലീജിയനോ കാസ്റ്റോ ആണെങ്കിൽ ഷീ വുഡ് നോട്ട് ബി ഗെറ്റിംഗ് ദ ഇൻഹെറിറ്റൻസ്. അതങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മള് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ്ലാം, ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് എവറി റിലീജിയൻ ഇസ് പെർഫെക്റ്റ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോസ് ആൻഡ് കോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഖുർആൻ ഉണ്ടായ കാലത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം സാമൂഹ്യ വ്യവസ്ഥ, അന്ന് അത് ഓക്കെ ആയിരുന്നു. പിന്നീട് കാലം കുറെ മാറി. അപ്പൊ അതിൽ ഇത്തരം കാര്യങ്ങളിൽ ചില പരിഷ്കരണമൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഇവർ നിരന്തരം തന്നെ പറയും ഖുർആൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതമാണ്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് പിന്നെ ഇത് എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്, എഴുതിയ കാലത്തേക്ക് മാത്രമല്ല ലോകം നിലനിൽക്കുന്ന അത്രയും കാലത്തേക്കുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ജാസ്മിൻ പറയുന്നു കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ബഹുഭാര്യത്വം ഇപ്പൊ ശരിക്കും നിലവിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണോ ഇപ്പോഴും, അതോ അത് ഇല്ലാതായി കഴിഞ്ഞോ? ഇന്ത്യയിൽ ഇപ്പോഴും പോളിഗമി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിക്ടിംസ് ആയിട്ട് യൂഷ്വലി ഒരു 50 ഒക്കെ കഴിഞ്ഞ സ്ത്രീകളാണ് ഉണ്ടാവുക. ലൈക്ക് ഒരു 50 കഴിഞ്ഞ ആണുങ്ങൾ ഇഫ് ദേ ഫെൽ ലൈക്ക് ഗെറ്റിംഗ് മാരീഡ് അഗെയിൻ ദേ ഡസ്. അതിനേക്കാളും അതില് സർപ്രൈസിങ്ങും ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു സംഗതി, ദെയർ ഫാമിലി സപ്പോർട്ട്സ് ഇറ്റ്. ദേ തിങ്ക് ഇറ്റ്സ് ഫൈൻ വേറെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ 50 എന്താ പറയാ ഭയങ്കര ഇമോഷണൽ ഇതിൽ കൂടെയാണ് 50 കഴിഞ്ഞ സ്ത്രീകൾ. വി നോ ദാറ്റ് അവരുടെ ബയോളജിക്കൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മോസ്റ്റ് ഓഫ് ദം ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഹസ്ബൻഡിൽ. അങ്ങനെയുള്ള സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ട് എന്താ പറയാ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ച് ചെലവിന് കൊടുക്കാണ്ടിരിക്കാം. ആ ഒരു സംഗതി ഇപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഗോയിങ് ഓൺ ആണ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇറ്റ് ഡസ് എക്സിസ്റ്റ്. അപ്പൊ ഇതിന് ഷെമീന ബീഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സുപ്രീം കോർട്ടിൽ ഒരു കേസ് ഉണ്ട്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് സ്റ്റിൽ പെൻഡിങ്. അതിന്റെ ഒന്നും ആയിട്ടില്ല, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ പെൻഡിങ്. അന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ BNS വന്നല്ലോ, ഭാരതീയ ന്യായ സംഹിത. അതിന്റെ അകത്ത് സെക്ഷൻ 82 പോളിഗമി പറയുന്ന സമയത്ത്, പോളിഗമി ക്രിമിനൽ ഇതാവുന്ന സമയത്തും മുസ്ലിം മെന്നിനെ അവോയ്ഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പം എന്താ പറയാ ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് കുഡ് ഹാവ് ബീൻ എന്താ പറയാ മുസ്ലിം മെൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ബട്ട് ശരിയാ വെച്ചിട്ട് പോളിഗമിന്നും മുസ്ലിം മെന്നിനെ അവോയ്ഡ് ചെയ്ത സമയത്ത്
വി നോ, ഐ ഡോണ്ട് നോ, അതൊരു സംഗതി അവിടെ പൊളിറ്റിക്സ് ആയാലും എന്താണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ അതൊരു പിന്നെയും കുറച്ചും കൂടി റൈറ്റ്സ് കൊടുക്കുകയാണ്, റൈറ്റ് അല്ല, ഇറ്റ് ഷുഡ് ബി കോൾഡ് എസ് പവർ. മുസ്ലിം മെന്നിന് ഒരു പവർ കൂടി കൊടുക്കുകയാണ്, ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് മാരീഡ് ഇഫ് ദേ വാണ്ടഡ് എന്നുള്ള സെക്കൻഡ് ടൈം. ഇപ്പൊ ഒരു വക്കീൽ എന്ന നിലയിൽ LLB കഴിഞ്ഞിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ LLMന് ചേരുന്നത്. അപ്പൊ ഈ സമയത്ത് ഇത്തരം എന്ത് തരം കേസുകളൊക്കെയാണ് മുസ്ലിം സ്ത്രീകള് പൊതുവെ എന്ത് തരം കേസുകളായിട്ടൊക്കെയാണ് വരുന്നത്? മെയിൻ്റെനൻസ് ആണ് വലിയൊരു ഇഷ്യൂ. അതായത് മെയിൻ്റെനൻസ് ഇപ്പൊ നമുക്കിപ്പം ഇന്ത്യയിലെ നിയമപ്രകാരം മെയിൻ്റെനൻസ് കൊടുക്കേണ്ടത് പെൺകുട്ടികളും മെയിൻ്റെനൻസ് കൊടുക്കണം. 125 CRPCയും പിന്നെ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം 125 CRPCന്റെ ഇക്വലന്റ് എന്താണ്, 140 സംതിങ് ആണെന്ന് തോന്നുന്നു BNSലെ, 141 BNS ഇക്വലന്റ് ആയിട്ടുള്ള. അപ്പൊ അതും സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരവും പെൺകുട്ടികളുടെ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും മെയിൻ്റെനൻസ് കൊടുക്കണം എന്നാണ്. അതില് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, ആണുങ്ങളാണ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇന്ത്യയിലെ ജനറൽ നിയമം അങ്ങനെയല്ല, പെൺകുട്ടികളും കൊടുക്കണം എന്നാണ്. അപ്പൊ അത് അങ്ങനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, പക്ഷെ സ്വത്ത് വരുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് സ്വത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാമല്ലോ എന്തുമാത്രം ഇൻഇക്വാലിറ്റി ഉണ്ട് എന്നുള്ളത്. ഇതാണ് മെയിൻ്റെനൻസിന്റെ വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനത്തെ കേസസ് ഒരുപാട് വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മിക്ക സമയത്തും ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാം, ബട്ട് ഇപ്പോഴും പെൺകുട്ടികള് 18 ആവാൻ വെയിറ്റ് ചെയ്യാണ് കല്യാണം കഴിപ്പിച്ച് വിടാൻ എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പം പെട്ടെന്ന് കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ കാണുന്നതിനപ്പുറം ഉണ്ടല്ലോ, റൂറൽ ഏരിയാസിൽ ഇറ്റ് വുഡ് ബി വേഴ്സ്. മെയിൻ്റെനൻസ് കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച്, അതുപോലെ ഈ പൊളിഗമി എന്ന് പറയുന്ന സംഗതി എക്സ്ട്രീം ആയിട്ടുള്ള സംഗതികളുണ്ട്. ഈ തട്ടിപ്പ് കല്യാണങ്ങൾ, ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഇഷ്യൂസസ് വന്നിട്ടുണ്ട്. ഇറ്റ് ടുക്ക് ഇയേഴ്സ്. അപ്പൊ ഇതില് സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇമോഷണൽ ടോയിൽ ഒരുപാട് അധികമാണ്. ഇങ്ങനെ ഈ വിക്ടിമായിട്ട് വരുന്ന പെൺകുട്ടികള് ഹൗ വിൽ ദേ റിക്കവർ ഫ്രം ദിസ് ട്രോമ എന്താണ്? അപ്പൊ നമുക്കറിയാം ഇമോഷണൽ ബാലൻസിങ്ങിനും മെന്റൽ ഹെൽത്തിനും ഇപ്പോഴും വി ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അപ്പൊ ഇതുപോലുള്ള ഹൗ ഡു ദേ എൻഡ് അപ്പ്? അപ്പോഴായിരിക്കാം ഈ പറഞ്ഞ പോലെ വേറെ പല സംഗതികളിലേക്കും എത്തി ദേ സ്പോയിൽ ദെയർ ലൈഫ് എന്നുള്ള റീസണിലേക്ക് എത്തുന്നത്. ഇപ്പൊ 1937 മുസ്ലിം പേഴ്സണൽ ആക്ടും ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ടിന്റെ ഒക്കെ ബേസിസിലാണല്ലോ കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത്? ആ നിയമത്തിന്റെ പ്രശ്നം എന്താണ്? നമ്മൾ തുല്യതാ സമ്മേളനം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ചു തുടങ്ങിയാൽ കൂടുതൽ നമ്മൾ സംസാരിച്ചത് സ്വത്തിലുള്ള തുല്യാവകാശത്തെ പറ്റിയും ബഹുഭാര്യാത്വത്തെ കുറിച്ചുമാണ്. അതിന്റെ അർത്ഥം മുസ്ലിം സ്ത്രീകൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നിയമത്തിന്റെ മുന്നിൽ തുല്യത കിട്ടി എന്നാണോ? ഏറെക്കുറെ തുല്യത കിട്ടി എന്ന് നമുക്ക് പറയാം. ഇപ്പം മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം 5 ടോപ്പിക്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാരേജ്, പിന്നെ ഡിവോഴ്സ്, മെയിൻ്റെനൻസ്, അഡോപ്ഷൻ, പോളിഗമി. ഇപ്പൊ മാരേജിന്റെ ഇൻഹെറിറ്റൻസ്. അപ്പം മാരേജിന്റെ കാര്യം പറയുമ്പം എന്താ പറയാ, ഇസ്ലാമിക് ഇത് വെച്ചിട്ട് റൂൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പെബേർട്ടി അറ്റൈൻ ചെയ്താൽ മതി പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലല്ലോ, 18 കംപ്ലീറ്റ് ചെയ്താലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അവിടെ ചേഞ്ച് വന്നു. സെക്കൻഡില് ഡിവോഴ്സിന്റെ സംഗതി, കുലപ്രകാരം ഉള്ള ഡിവോഴ്സ്, ഇപ്പൊ ട്രിപ്പിൾ തലാക്ക് ബാൻ ചെയ്തിട്ട് വയലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതും മാറ്റി. പിന്നെ മെയിൻ്റെനൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 3 പ്രകാരവും 125 പ്രകാരം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് അതും എത്തി. പിന്നെ വരുന്നത് അഡോപ്ഷൻ ആണ്. അഡോപ്ഷൻ ഷബ്നം ഹാഷ്മിന്റെ കേസും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പ്രകാരവും ഇപ്പൊ മുസ്ലിങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് എത്തി. പിന്നെ വരുന്നതാണ് ഇൻഹെറിറ്റൻസും പോളിഗമി. ഇത് രണ്ടുമാണ്. അപ്പം അതിനർത്ഥം ഇപ്പം വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം എന്നാണല്ലോ, അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണ്ട. വാട്ട് എവർ ഇസ് നെസസറി വി നീഡ് ടു മേക്ക് ഇറ്റ്. ആൻഡ് ഈ ചേഞ്ചസ് ഉണ്ടായ സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ ലീഗൽ എന്താ പറയുക, റിലീജിയസ് സ്കോളേഴ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് നമ്മളത് നടത്തിയെടുത്തല്ലോ. അപ്പൊ ഇറ്റ് ഇസ് പോസിബിൾ എന്നാണ്. സ്വത്തവകാശം എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ 3 സിസ്റ്റേഴ്സ് ആണല്ലോ, 3 പെൺകുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ വാപ്പ അത് തിരിച്ചറിയാണ്. ഇപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കൾ എന്റെ മക്കൾക്ക് കിട്ടില്ല എന്ന് തോന്നിയും ഒരു 2ാം കല്യാണത്തിന് തയ്യാറാകുകയും വലിയ വാർത്തകളിലൊക്കെ ഇടം പിടിക്കുകയും ചെയ്തൊരു സന്ദർഭം കൂടിയുണ്ട്. അപ്പൊ ആ വിവാഹത്തെയൊക്കെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്? ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹത്തിന് സാക്ഷിയാകാനും ഒപ്പിടാനൊക്കെ പറ്റിയെന്ന് തോന്നുന്നു അല്ലെ? സാക്ഷിയായിട്ട് സാക്ഷിയാവാൻ എനിക്ക് പറ്റില്ല, ഒപ്പിടാനൊന്നും പറ്റില്ല. ബട്ട് ഐ വാസ് ദേർ. ഞാനാണ് പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തത്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ കറക്ഷൻ.
സ്വത്തിന്റെ കാര്യം പറഞ്ഞിട്ടല്ല ഉപ്പ കല്യാണം കഴിച്ചത്, ഉമ്മ അവരെ രജിസ്റ്റർ ചെയ്തത്. ദിസ് ഇസ് അബൌട്ട് ഒരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ളതിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് പിന്നീട് അത് ഒരു പ്രീസിഡന്റ് വരികയാണല്ലോ. അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തുകൊണ്ടാണ് ഉമ്മയും വാപ്പയും ഇങ്ങനെ ഒരു രണ്ടാം കല്യാണം കഴിക്കാൻ എന്തായിരുന്നു അതിന്റെ സിറ്റുവേഷൻ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? രണ്ടാം കല്യാണമല്ല, അവരുടെ കല്യാണം അവർ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അത് എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ സ്വത്ത് എന്നുള്ളതല്ല, ബിക്കോസ് നമ്മൾ വി ആർ ഗുഡ് ഫാമിലി, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അതായിരുന്നു പ്രൈമറിലി എല്ലാവർക്കും ഉണ്ടായിരുന്ന സംഗതി. മൈ ഫാദർ ഡോണ്ട് ട്രസ്റ്റ് ഓൺ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഉള്ളത്. ബട്ട് ഞാൻ ആൾക്കാരെ എന്താ പറയാ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ച ഒരു സംഗതി, ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് അലൈ വാസ് മൈ ഗ്രാൻഡ് ഫാദർ. ഹി ഈസ് 75+. ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫെമിനിസ്റ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. അതില് വലിയൊരു സംഗതി എന്ന് വെച്ചാൽ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഹി വാസന്റ് ലൈക്ക് ദാറ്റ്. ഭയങ്കരമായിട്ട് ഗ്രാൻഡ് കിഡ്സിലെ ബോയ്സും ഗേൾസും തമ്മിൽ ഭയങ്കരമായിട്ട് വേർതിരിവ് കാണിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഉപ്പുപ്പ, ഞങ്ങള് ലൈക്ക് യങ്ങർ ഡേയ്സിലൊക്കെ. ബട്ട് ഐ ഡോണ്ട് നോ, ഒരു ടൈം കഴിഞ്ഞപ്പം ഇറ്റ് ചേഞ്ച്ഡ്. അത് ഉപ്പുപ്പ കാണുന്ന സംഗതികളോടുള്ള വ്യൂ പോയിന്റ് മാറി. ദ വേ ഹി എൻകറേജ്ഡ് മീ ടു ഗോ അബ്രോഡ് ആൻഡ് സ്റ്റഡി. ഇപ്പോഴും എന്റെ അടുത്ത് പറയുന്നത്, വെൻ യു ആർ റെഡി ഗെറ്റ് മാരീഡ്, ഡോണ്ട് ഗോ വിത്ത് സൊസൈറ്റി എന്നുള്ളത്. 75 years ഉള്ള ഒരു കൺവെൻഷണൽ എന്താ പറയാ സ്ട്രിക്റ്റ് മുസ്ലിം ഫാമിലി എന്ന് വരുന്ന ഒരു ആണാണ് അത് പറയുന്നത്. ഉപ്പൂപ്പ നിങ്ങളുടെ കൂടെ വളർന്നോ? നിങ്ങൾ വളരുന്ന കൂടെ ഉപ്പൂപ്പയും വളരുമായിരുന്നു? വളർന്നു, എക്സാക്ട്ലി അങ്ങനെ വേണം പറയാൻ. ദ വേ ഹി സപ്പോർട്ടഡ് മൈ ഫാദർ, ഉപ്പൂപ്പയെ മാത്രമായിരുന്നു ഉപ്പാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ലൈക്ക്, ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ്, ഡു ഇറ്റ്. അതൊരു സംഗതിയായി മാറും. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിത പശ്ചാത്തലം? അല്ലെങ്കിൽ ഉപ്പുപ്പ ബിസിനസ് ആണ്, അവര് മരക്കച്ചവടം അങ്ങനെയാണ്. ഉപ്പുപ്പാന്റെ ഫാദറിനെ തന്നെ ഹി ഹാഡ് മൾട്ടിപ്പിൾ വൈഫ് ആൻഡ് ഓൾ. അവരുടെ കിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് അറിയാതെ ഒരു കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് മുസ്ലിം ഇതിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ബട്ട് ഞാൻ പറയില്ല, ബൈ ടൈം ഹി ചേഞ്ച്ഡ്. അപ്പൊ എനിക്ക് അതാണ് ഹോപ്പ്. വെൻ ഐ ട്രൈ ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്, ഐ എം ലൈക്ക്, he changed. He is 75+. He's okay with what is happening around him. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെ എന്താ പറയാ ഇത് തെറ്റാണോ അതോ ഇതൊന്നുമല്ല. ഹി വാസ് ലൈക്ക് സിമ്പിൾ തിങ് ആണ്, ഇത് റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. ആൾക്കാരുടെ ചേഞ്ചസ് വരുന്നുണ്ട്, നമ്മൾ അമെന്റ്മെന്റ്സ് വരുത്തണം, അതിനെ റെസ്പെക്ട് ചെയ്യുക. അതിന് എന്തൊക്കെ ചെയ്യണം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത് മാത്രമേ അതുള്ളൂ എന്നാണ് ഉപ്പുപ്പാന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതില്. സോ ഞാൻ പറയില്ല, ദാറ്റ് ഇസ് വെരി ഹോപ്പ്ഫുൾ. ഉപ്പൂപ്പാനെ എങ്ങനെയാണ്, എനിക്കും ക്ലിയർ ആവാത്തൊരു കാര്യമാണിത്. ഉപ്പൂപ്പാനെ എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്യുന്നത്? നിങ്ങൾ മതത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണോ ഈ സ്വത്തവകാശത്തെ കുറിച്ചും തുല്യതയെ കുറിച്ചും പറയുന്നത്? ആണ് മതത്തിന്റെ അകത്ത് ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടും അങ്ങനെയൊന്നുമില്ല. എല്ലാരും എന്താ പറയാ റിലീജിയസ്ലി ഇസ്ലാം ഫോളോ ചെയ്യാന്നുള്ളതല്ലെങ്കിൽ കൂടി വി ആർ ഫൈൻ വിത്ത്. ഞങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞിട്ടോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പേരൊന്നും മാറ്റിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. വി ആർ ഫോളോയിങ്. എന്റെ ഐഡന്റിറ്റി ആണല്ലോ അത്, ഞങ്ങളുടെ എല്ലാവരുടെയും. വി ആർ ഗ്രോൺ അപ്പ് ഇൻ ദിസ്. അപ്പം ഉപ്പാനെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, ഇത് ഇറ്റ്സ് ലൈക്ക് ഹി നോ വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകളും ടിവിയിലെ ന്യൂസ് കാണും ഉപ്പ. ഹി നോ വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് ആൻഡ് ദേ ഹാഡ് എ കോൺവെർസേഷൻ, മൈ ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. സോ ഹി ടോൾഡ് ദാറ്റ് ഇത് സ്വത്തിന്റെ കാര്യമൊന്നുമല്ല, ബിക്കോസ് ഇത് ഒരു ഞങ്ങളുടെ മക്കളുടെ പ്രിവിലേജസിനെയും റൈറ്റ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ഡു സച്ച് തിങ്. So Papa was like, do it then. No problem. I'll be there to support. ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അപ്പൊ ഇത് വലിയ വാർത്തയും ചർച്ചയൊക്കെ ആയി, ഇങ്ങനെ കല്യാണം രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ സ്വാഭാവികമായും നിങ്ങളെ മുന്നിലേക്ക് ഒരുപാട് സ്ത്രീകളുടെ കഥകളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അതിലേതെങ്കിലും ഒരു കഥ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ, ഭയങ്കര ദുരിതാവസ്ഥയിൽ കൂടെ പോയ? ഡെഫിനറ്റ്ലി. ഞങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് ഒരു ഐ സ്റ്റിൽ റിമെമ്പർ എവറിത്തിങ് ഓഫ് ദ ഡേ. ഭയങ്കര ഒരു എന്താ പറയുക ഷുഗർ റഷ് ഒക്കെ തരുന്ന ഒരു സംഗതിയാണ് അന്ന് സംഭവിച്ചത്. ഞങ്ങളുടെ ഫാമിലി, ഉപ്പാന്റെ ഡയറക്റ്റ് ബ്രദർ ഉണ്ട്, അവരുടെ വൈഫാണ് ഒരു വിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നത്. അവർക്കാണ് 4 ബോയ്സ് ഉള്ളത്. അവരായിരുന്നു ഞങ്ങൾക്ക് വിറ്റ്നസ് ആയിട്ട് വന്നത്. സോ പീപ്പിൾ ഹു ഹാവ് ബീൻ ആസ്കിങ് ഫാമിലിയിൽ പ്രശ്നമാണോ സ്വത്ത് തർക്കമാണോ, സോ ഐ ഗെസ് ദാറ്റ് ഇസ് ആൻസർ ഫോർ ഇറ്റ്. ഷീ വാസ് ദെയർ ടു ബി വിറ്റ്നസ്. അപ്പൊ ഇതില് ഞങ്ങള് ഐ സ്റ്റിൽ റിമെമ്പർ, ഇത് കഴിഞ്ഞ് ഞങ്ങള് രാത്രി ഡിന്നർ ഒക്കെ കഴിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉപ്പ ഹാഡ് എ കോൾ.
ഒരു വടകരയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദുബൈയിൽ സെറ്റിൽഡ് ആണ്, എനിക്ക് ഒരു മോളേ ഉള്ളൂ, അവളുടെ കല്യാണം കഴിഞ്ഞു, സോ ഹീസ് പ്രിറ്റി റിച്ച്. അപ്പോ ലൈക്ക് എനിക്ക് ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ മോള് അവരെ നോക്കുന്ന എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഐ വോണ്ട് ടു ഡു ദിസ്. അപ്പൊ തുടങ്ങിയ ഫോൺ കോൾസും മെസ്സേജസും, ഐ ഗെസ് വി സ്റ്റിൽ റിസീവ് സച്ച് തിങ്സ്. പിന്നെ കത്തുകൾ വരാറുണ്ട് ഓഫീസിലേക്ക്, ഇങ്ങനെ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടൊക്കെ. അതാണ് എനിക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള തോന്നിയത്. രാധർ ദാൻ പെൺകുട്ടികളും പെൺകുട്ടികള് അടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനേക്കാളും ഉപ്പമാര് വരുന്നു എന്നുള്ള സംഗതിയാണ്. എനിക്ക് 3 പെൺമക്കളാണ്, എനിക്ക് 4 പെൺമക്കളാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഈ പറഞ്ഞ പോലെ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. ബ്യൂട്ടിഫുൾ മെൻ ഡു എക്സിസ്റ്റ് എന്ന് പറയാം നമുക്ക്. പിന്നെ ഇസ്ലാമിക് ഫെമിനിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ കുറച്ച് ജാസ്മിൻ സംസാരിച്ചു തുടങ്ങിയിരുന്നല്ലോ. അപ്പോ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നുന്ന കാര്യമാണ് ഈ ഇസ്ലാമും ഫെമിനിസവും തമ്മിൽ യോജിച്ചു പോകുന്ന സംഗതിയാണോന്ന്. അപ്പൊ എന്താണ് ഇസ്ലാമിക് ഫെമിനിസം? എന്താ സാധാരണ ഫെമിനിസം ഇസ്ലാമിക് ഫെമിനിസവും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞാല് എല്ലാ മുസ്ലിംസിനും ഫുൾ ഇക്വാലിറ്റി കൊടുക്കണം എന്നാണ് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ പൊതുവെ പറയുന്ന ഒരു സംഗതി. അപ്പൊ സെക്യുലർ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് എന്നുള്ളതിന് റാഡിക്കൽ ആയിട്ടുള്ള ഒരു ഫെമിനിസം എന്നാണ് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താം എന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. നമുക്ക് ഇസ്ലാമിക് ഫെമിനിസം ഇന്ത്യയിലെ വലിയൊരു ടോപ്പിക്കോ അതിലൊരു ചർച്ചയ്ക്കുള്ള ഒരു വകയൊന്നും ആയിട്ടില്ല ഇതുവരെ. ബട്ട് 2009 ഒരു ഗ്ലോബൽ മൂവ്മെന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മുസ്വാഹ, അതാണ്, ഐ ഡോണ്ട് നോ വെദർ ഐ ആം പ്രൊനൗൺസിംഗ് ഇറ്റ് കറക്റ്റ്ലി, MUSAWAH എന്നാണത്. അതായത് 12 വിമൻ ഫ്രം ഈജിപ്റ്റ്, ഗാംബിയ, ടർക്കി, പാകിസ്ഥാൻ എന്നൊക്കെയുള്ള ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ ഒരു ഗ്ലോബൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടേത് ഇറ്റ് വാസ് ടു എന്താണ്, എംപവറിംഗ് ദ വിമൻ ടു അണ്ടർസ്റ്റാൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നോംസിന്റെയും ലോസിന്റെയും ഇതിലെ ആണ് വന്നത്, അല്ലാണ്ട് കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ അല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ റീഇന്റർപ്രിട്ടേഷൻ, റീറീഡിങ് ഓഫ് ഖുറാൻ എന്നുള്ളതാണ് ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതി. അപ്പൊ ആ റീറീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് ദേ ബിലീവ്. അപ്പൊ ഒരുപാട് പേരുണ്ട്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത അസ്മ, അവര് പാകിസ്ഥാനി അമേരിക്കൻ റൈറ്റർ, ഹൂമ ഹുഡ്ഫ എന്ന് പറഞ്ഞിട്ട്, ലീല, ഒരുപാട് പേര്, ലൈല അഹമ്മദ്, അങ്ങനെയുള്ള ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ. അത് ഇറ്റ്സ് സ്റ്റിൽ എ തിങ്, ഇറ്റ് ഹാസ് ടു എന്താ പറയാ ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ബട്ട് വേൾഡ് വൈഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയാ റാണ അയ്യൂബ്, നമ്മളത് അറിയാം, അവര് പറഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദ ലൈൻ ഷീ ഫോളോസ്. ഷീ ഡു എന്താ പറയാ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മുസ്ലിം അല്ല അവര്, ബട്ട് എന്താ പറയാ ഫാസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഇടാറുണ്ട്, നിസ്കരിക്കുന്ന ഫോട്ടോസ് അവർ ഇടാറുണ്ട്. ഷീ ഫോളോസ് റിലീജിയൻ വെരി റിലീജിയസ്ലി. അപ്പൊ അവരൊക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് വാട്ട് ഐ ബിലീവ്. പിന്നെ റാണ അയ്യൂബിനെയൊക്കെ എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ആള് തന്നെയാണ് റാണ. കാരണം റാണയുടെ റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം റാണ കൂടെ നിൽക്കുന്നവരുടെ റൈറ്റ്സിന് വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അതിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം ഇല്ലാതെയാണ് റാണയുടെ ഫൈറ്റ്സ് നടക്കുന്നത്, എല്ലാ മുസ്ലിങ്ങൾക്കും എന്നുള്ള രീതിയിലാണ് അല്ലെ? എല്ലാ മുസ്ലിം, അതെ അതെ അതെ. അതില് ഇപ്പൊ ഈ എന്താ പറയാ, അതായത് പേട്രിയാർക്കിയാണ് മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയന്റെ അതാണ് സംഗതി. ബയസ് അല്ല എന്നുള്ളതാണ്. പേട്രിയാർക്കിയാണ്. അതിപ്പം ഇസ്ലാമിന് മാത്രമല്ല, എല്ലാ റിലീജിയസ് ആയിട്ടുള്ള സ്കോളേഴ്സും പറയുന്നത് റിലീജിയന്റെ പേര് പറഞ്ഞിട്ട് പേട്രിയാർക്കി. ഇപ്പൊ നമ്മൾക്ക് മലാല യൂസഫ്സായിന്റെ പോലും അതൊക്കെ പേട്രിയാർക്കിയാണ്. നമുക്കത് മനസ്സിലാക്കാമല്ലോ. അത് എങ്ങനെ അതിന്റെ എക്സ്ട്രീം വേർഷനാണ് അന്ന് സംഭവിച്ചതൊക്കെ. പെൺകുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കണ്ടെന്ന് പറയുന്നതിലാണ് വരുന്നത്. അത് റിലീജിയൻ അല്ല, അതിനേക്കാളും ഒരു പടി പേട്രിയാർക്കിയാണ് അവിടെ നിൽക്കുന്നത്. അത് പല സമയത്തായിട്ട് എങ്ങനെ അഡ്രസ് ചെയ്യുന്നു ഉള്ളതാണ്. അപ്പൊ ഈ അഡ്രസ് ചെയ്യാനാണ് ഇതുപോലെ ഈ ഗ്ലോബൽ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതുപോലെയുള്ള ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും ദേ ട്രൈങ് ടു ഡു ഇറ്റ്. അപ്പോ ഈ തുല്യതാ സമ്മേളനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തോ വലിയ മതത്തിനെതിരെയുള്ള എന്തോ വലിയ ക്യാമ്പയിൻ ആണോ എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ സമൂഹത്തിലെ മൊത്തം ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്തിനാണ് ഈ തുല്യതാ സമ്മേളനം? നിങ്ങൾ എന്തിനാണ് ഈ മൂവ്മെന്റ് ഒക്കെ ആയിട്ട് നടക്കുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഈ നിരന്തരം സംസാരിക്കുന്നത്? അത് എന്തിനാണ് സമൂഹത്തിന് അതിനെ കൊണ്ടുള്ള ആവശ്യം എന്താണ്?
നമ്മള് നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ മാറുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന സംഗതികളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പോളോ കോയിലോ പറഞ്ഞിട്ടുണ്ട്, എവറി പേഴ്സൺ ഇസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി വെദർ ഹി എഗ്രീസ് ഓർ നോട്ട് എന്നുള്ളതാണ്. സോ വാട്ട് എവർ വി ഡു ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ ഹിസ്റ്ററി. അത് ലോങ് ടേമിൽ വരുന്ന സമയത്ത് നമ്മൾ ആക്ഷൻസും റിയാക്ഷൻസും തോട്ട്സും പ്രോസസ്സും എക്സ്പ്രഷൻസും ഒക്കെ റിഫ്ലക്ട് ചെയ്യും ഹിസ്റ്ററി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് എന്താ പറയാ ഫണ്ടമെന്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ എന്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ് ഇക്വാലിറ്റിയും ഡിഗ്നിറ്റിയും എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21. അത് രണ്ടും പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ്. അത് എന്റെ റൈറ്റ് ആണ്. അത് ഞാൻ ജനിക്കുമ്പോഴുള്ള എന്റെ റൈറ്റ് ആണ്. ഞാൻ ബയോളജിക്കലി ഒരു ലാർജർ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് നോബഡി ക്യാൻ ടേക്ക് ദാറ്റ് അവേ ഫ്രം മീ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാറ്റാന് വാട്ട് ക്യാൻ ബി ഡൺ, അതിനാണ് പല ആൾക്കാർ പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എന്താ പറയാ സമൂഹത്തിലേക്ക് there is this issue എന്ന് പലർക്കും അറിയില്ല ഇപ്പോഴും. പീപ്പിൾ തിങ്ക് ദാറ്റ് ദിസ് ഇസ് നോർമൽ. അത് നോർമൽ അല്ല, ദാറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ് എന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് പബ്ലിക് ആയിട്ടുള്ള ഒരു സമ്മേളനം നടത്തുന്നത്. അതിന് there is nobody other than constitutional എന്താ പറയാ കിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ജസ്റ്റിസ് ചന്ദ്രു എന്ന് പറയുന്നത്. he is the person who talks about constitution. അദ്ദേഹത്തിനേക്കാൾ നന്നായിട്ട് ആർക്കും ഇപ്പൊ പറയാനുമില്ല ഇന്ത്യയിൽ. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി, ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്, ഇതില് ഇപ്പം ഞാൻ നേരത്തെ മാം പറഞ്ഞു, എന്റെ പേരൻസ് കല്യാണം കഴിഞ്ഞ സമയത്തായാലും ഫത്വ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കെതിരെ. വി വെർ ലൈക്ക് ഗോയിങ് ത്രൂ സർട്ടൻ സിറ്റുവേഷൻസ്, മെസ്സേജസ്, ഫോൺ കോൾസ്, അത് ഇത്. അപ്പം ദീസ് സോ കോൾഡ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ദ റിലീജിയൻ എന്നുള്ളതാണ്. അവരാണ് ഞങ്ങൾക്കെതിരെ ത്രെറ്റ് പറയുന്നതും ഞങ്ങള് ഇസ്ലാമിന് എതിരാണ് പറയുന്നത്. അതൊന്നുമില്ല. We are Muslims. This is my identity. I was born in this religion and I am Muslim. ഇപ്പം മൈനോറിറ്റി ആയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക്, എന്താ പറയുക, ഇടുന്ന ഡ്രസ്സ് മുതൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാത്തിനും ഇഷ്യൂസ് ആണ്. ഈ സമയത്ത് ഇഫ് ഐ എം കീപ്പിംഗ് മൈ ഐഡന്റിറ്റി ഹിഡൻ, ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഇന്ത്യയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഐ ഹാവ് ദ റൈറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് അവരുടെ എത്രത്തോളമാണോ ഈ റിലീജൻ, എന്റെയും റിലീജൻ ആണ്. ഹി കാൺ ടേക്ക് അവേ ദാറ്റ്. ഹി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇറ്റ് വുഡ് ബി ഹി എന്നുള്ളതാണ്. ദേ കാൺ ടേക്ക് അവേ. അവരെ എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? എന്റെ റിലീജൻ ആണിത്. എനിക്ക് ഇതിൽ നിന്നിട്ട് വാട്ട് എവർ ഐ ക്യാൻ ഡു. ദേ ഡോണ്ട് നീഡ് ടു ടെൽ മീ വാട്ട് ടു ഡു. ഇവിടെ വരുന്ന ഒരു തെറ്റിദ്ധാരണ, ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിൽ വന്നതാണ് ഒരു തെറ്റിദ്ധാരണ. ചിലപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നുന്നുണ്ടാവുക, ഇപ്പൊ ഒരു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP ഭരണകൂടം ഇരിക്കുന്നു. അപ്പൊ അവര് പല വിധത്തിലുള്ള ഇപ്പൊ മുത്തലാഖ് ബില്ല് പോലത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് ഇവര് സമുദായം നന്നാക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. അപ്പൊ ഒരു വശത്തിൽ നിന്ന് അവരിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത്തരം അവരുടെ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മൂവ്മെന്റിന് ഏതെങ്കിലും തരത്തിൽ വളം വെക്കുന്നതാണോ, ഇനി ഇവര് ദേശീയ മുസ്ലിങ്ങളായി മാറുകയാണോ, ഇവര് ആശയപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വളം നൽകുന്ന തരത്തിലേക്ക് പോവുകയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇതിൽ സംശയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ പൊളിറ്റിക്സിനെ എങ്ങനെയാ കാണുന്നത് ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തെയും? ഇതിലിപ്പം അങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഉള്ള പൊളിറ്റിക്സിന് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, മൈനോറിറ്റീസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഇതിന്റെ അകത്ത് നിന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം ഈ മുത്തലാഖിന്റെ സംഗതി കൊണ്ടുവന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ BNSSൽ 82 മുസ്ലിം മെന്നിനെ അവർ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അത് അവരുടെ അജണ്ടയാണ്. ദേ കുഡ് ഹാവ് ഡൺ ഇറ്റ് ഈസിലി. അത് ചെയ്തിട്ടില്ല. പക്ഷെ അതേസമയം മുത്തലാഖിൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ വേർ ഇസ് ദാറ്റ്? അപ്പൊ അവർക്ക് വി നോ വാട്ട് ഇസ് ദ അജണ്ട. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ there is a chance അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മാറാം. പക്ഷെ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേ ഇസ് ദാറ്റ് വി ആർ നോട്ട് അഗെയിൻസ്റ്റ് റിലീജിയൻ. ഞങ്ങൾ ഈ പരിപാടി നടത്തുന്ന ആൾക്കാരായാലും സപ്പോർട്ട് ചെയ്യുന്നവരായാലും കേൾക്കാൻ വരുന്നവരായാലും ഇവരൊക്കെ അതിന് ബാധിക്കപ്പെട്ട ആൾക്കാരാണ്. ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അത് അഡ്രസ് ചെയ്യണം. അത് ഇല്ലാത്തൊരു ഇഷ്യൂവോ നമ്മൾ കണ്ണ് അടച്ച് കളഞ്ഞാൽ ഇല്ലാതാവുന്ന ഇഷ്യൂവോ അല്ല. ദിസ് ഇസ് എന്താ പറയാ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. ദാറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ്. അതിന് സൊല്യൂഷനും ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വി ആർ നോട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് റിലീജിയൻ. ഈ മിസ്ഇന്റർപ്രിട്ടേഷന്റെ സംഗതി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരു റീറീഡിങ് നടന്നു കഴിഞ്ഞാൽ ഖുറാൻ, ഇപ്പൊ സ്കോളേഴ്സ് തന്നെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള റിലീജിയൻ ആണ് ഇസ്ലാം ഫോർ വിമൻ. അങ്ങനെയുള്ള ഒരു റിലീജിയൻ സ്ത്രീകൾക്ക് ഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അങ്ങനെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള ഒരു മൂവ്മെന്റ് മാത്രമാണ് ഇത്. അല്ലാണ്ട് ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് ഓർ ഗോ എഗെയിൻസ്റ്റ് ദ റിലീജിയൻ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഐ ഐഡന്റിഫൈ ആസ് മുസ്ലിം. ഇതിലുള്ള ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. മതത്തിന് പുറത്തു നിന്നിട്ടോ മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ല ഇത്. ദിസ് ഇസ് ഫോർ അസ്. ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ വാട്ട് ക്യാൻ ബി ഡു എന്നുള്ളതാണ്. അതിനു വേണ്ടി വാട്ട് എവർ ഹാസ് ടു ബി ഡൺ ഷുഡ് ബി ഡൺ. അപ്പോൾ ഒക്ടോബർ 5-ന് നടക്കുന്ന തുല്യതാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും. പിന്നെ നമുക്കറിയാട്ടോ, ഇപ്പൊ നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നു. പക്ഷെ 100 കൊല്ലം മുമ്പ് ഇതായിരുന്നില്ല സാഹചര്യം. അങ്ങനെ പറഞ്ഞു വന്നവരൊക്കെ കല്ലെറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള സാമൂഹ്യ പരിഷ്കരണത്തിന് ചെറിയ സ്റ്റെപ്പ് വെക്കുന്നവരും ഈ കല്ലേറൊക്കെ കൊള്ളേണ്ടവരാണ്. അതറിഞ്ഞുകൊണ്ടാണല്ലോ അവര് വന്ന് നീ തെറി കേൾക്കുന്നു കല്ലേറ് കൊണ്ട്. അപ്പൊ കുറച്ച് കല്ലേറും തെറിയൊക്കെ കൊണ്ടിട്ടാണെങ്കിലും ജാസ്മിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിജയം നേടാൻ പറ്റട്ടെ. അപ്പൊ താങ്ക് യു ജാസ്മിൻ. It's nice talking to you. Thank you.